നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പറയുന്നത് കേൾക്കണം. കൊച്ചിയിൽ ജനുവരിയിൽ നടന്ന സംഗീത നിശയുമായി ബന്ധപ്പെട്ട വഞ്ചന കുറ്റത്തിന് കേസ് വന്നതിന് പിന്നാലെ വിശദീകരണവുമായി ഷാൻ റഹ്മാൻ. പ്രശസ്ത സംഗീത സംവിധായകൻ ഷാൻ റഹ്മാനെതിരെ വഞ്ചന കുറ്റത്തിന് കൊച്ചി പോലീസ് കേസെടുത്തത് വലിയ വാർത്തയായിരുന്നു. കൊച്ചിയിൽ ജനുവരിയിൽ നടന്ന സംഗീത നിശയുമായി ബന്ധപ്പെട്ട് ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉടമ നൽകിയ പരാതിയിലാണ് കേസ്. മുൻകൂർ ജാമ്യം തേടി ജില്ലാ കോടതിയെ സമീപിച്ച ഷാൻ റഹ്മാനോട് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചെങ്കിലും ഇതുവരെ ഹാജരായിട്ടില്ലെന്നാണ് വിവരം. അതേസമയം കേസെടുത്ത സംഭവത്തിൽ പ്രതികരണവുമായി ഷാൻ റഹ്മാൻ രംഗത്തെത്തി. സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ച വിശദീകരണ കുറിപ്പിലാണ് ഷാന്റെ വിശദീകരണം. ഷാൻ റഹ്മാന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: ജനുവരി 25-ന് നടന്ന ഉയിരെ ഷാൻ റഹ്മാൻ ലൈവ് ഇൻ കൺസേർട്ട് പരിപാടിയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന തെറ്റായ വസ്തുതകളെ അഭിസംബോധന ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. തുടക്കത്തിൽ തന്നെ പരിപാടിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിരുന്നു. അതിലൊന്ന് മിസ്റ്റർ നിജു രാജ് എബ്രഹാം, അത് അറോറ എന്റർടൈൻമെന്റ് എന്ന ആളുമായി ഉണ്ടായ തർക്കമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്ത് എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിലെ കീഴിൽ ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടക്കം മുതലേ ഞങ്ങൾ അന്വേഷണവുമായി സുതാര്യതയും സഹകരണവും നീതിയും പുലർത്തിയിട്ടുണ്ട്. പ്രൊഫഷണലിസം, സമഗ്രത, നിയമ നടപടി എന്നിവയിൽ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. എങ്കിലും മിസ്റ്റർ നിജു രാജ് എബ്രഹാം ജനങ്ങളെയും മീഡിയയെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതായി തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയുള്ളതാണെന്നും വ്യക്തമാണ്. ഈ കേസ് അട്ടിമറിക്കാനും ഞങ്ങളെ ഒരു സെറ്റിൽമെന്റിന് പ്രേരിപ്പിക്കാനും വേണ്ടി മെനഞ്ഞ തന്ത്രങ്ങളാണെന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ആയതിനാൽ എല്ലാ ആരോപണങ്ങളെയും ശക്തമായി നിഷേധിക്കുന്നു. നിയമവിദഗ്ധർ ഈ വിഷയം സജീവമായി കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയിൽ പൂർണ്ണ വിശ്വാസമുള്ളതിനാൽ സത്യം ജയിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പ്രേക്ഷകരും ടീമംഗങ്ങളും പങ്കാളികളും ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസത്തിന് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. വസ്തുതകൾ വ്യക്തമായി മാന്യമായി അവതരിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഏകപക്ഷീയമായ വിവരണത്തെ അടിസ്ഥാനമാക്കിയുള്ള ഊഹാപോഹങ്ങൾ ഒഴിവാക്കണമെന്ന് ഞങ്ങൾ മാധ്യമങ്ങളോട് പൊതുജനങ്ങളോടും അഭ്യർത്ഥിക്കുന്നു. നിയമപരവും ഔദ്യോഗികവുമായ ചാനലുകളിലൂടെ ഞങ്ങൾ പങ്കിടുന്ന കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ദയവായി കാത്തിരിക്കുക. ഷാൻ റഹ്മാന്റെയും ഭാര്യയുടെയും ഇവരുടെ സ്ഥാപനത്തിന്റെ പേരിലുമാണ് കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. അതേസമയം ഉയിരെ എന്ന പേരിലുള്ള സംഗീത നിശയുമായി ബന്ധപ്പെട്ടാണ് സാമ്പത്തിക തർക്കവും വഞ്ചനാ കേസും. ഉയിരെ സംഗീത നിശയുടെ സംഘാടനം ഏറ്റെടുത്തത് കൊച്ചിയിൽ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായിരുന്ന അറോറയായിരുന്നു. പരിപാടിയുടെ പ്രൊഡക്ഷൻ, താമസം, ഭക്ഷണം, യാത്ര, പാർക്കിംഗ്, ഗ്രൗണ്ടിന്റെ പണം തുടങ്ങി ബൗൺസർമാർക്ക് കൊടുക്കേണ്ട തുക വരെ അറോറ ചെലവിട്ടു. ആകെ 38 ലക്ഷം രൂപ ചെലവായെന്നും 5 പൈസ പോലും തിരികെ ലഭിച്ചില്ലെന്നുമാണ് അറോറ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉടമ നിജു രാജിന്റെ പരാതി. സംഗീത സംവിധായകൻ ഷാൻ റഹ്മാനെതിരെ വഞ്ചനാ കുറ്റത്തിന് കൊച്ചി പോലീസാണ് കേസെടുത്തത്. കൊച്ചിയിൽ ജനുവരിയിൽ നടന്ന സംഗീത നിശയുമായി ബന്ധപ്പെട്ട് ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉടമ നൽകിയ പരാതിയിലാണ് കേസ്. മുൻകൂർ ജാമ്യം തേടി ജില്ലാ കോടതിയെ സമീപിച്ച ഷാൻ റഹ്മാനോട് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചെങ്കിലും ഇതുവരെ ഹാജരായിട്ടില്ല. ഷാൻ റഹ്മാന്റെ നേതൃത്വത്തിൽ എറ്റേണൽ റേ പ്രൊഡക്ഷൻസ് എന്ന മ്യൂസിക് ബാൻഡ് ജനുവരി 23-ന് കൊച്ചിയിൽ നടത്തിയ ഉയിരെ എന്ന പേരിലുള്ള സംഗീത നിശയുമായി ബന്ധപ്പെട്ടാണ് സാമ്പത്തിക തർക്കവും വഞ്ചനാ കേസും. ഉയിരെ സംഗീത നിശയുടെ സംഘാടനം ഏറ്റെടുത്തത് കൊച്ചിയിലെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായ അറോറയായിരുന്നു. പരിപാടിയുടെ പ്രൊഡക്ഷൻ, താമസം, ഭക്ഷണം, യാത്ര, പാർക്കിംഗ്, ഗ്രൗണ്ടിന്റെ പണം തുടങ്ങി ബൗൺസർമാർക്ക് കൊടുക്കേണ്ട തുക വരെ അറോറ ചെലവിട്ടു. പണം ചോദിച്ച് ഷാനിനെ ബന്ധപ്പെട്ടപ്പോൾ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും കള്ളക്കേസിൽ കുടുക്കുമെന്ന് ആരോപിച്ചതായി നിജു ആരോപിക്കുന്നു. സൈകെട്ട് പോലീസിനെ സമീപിക്കുകയായിരുന്നു. എറണാകുളം സൗത്ത് പോലീസ് വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തതോടെ ഷാൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ജില്ലാ കോടതിയെ സമീപിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാനാണ് കോടതിയുടെ നിർദ്ദേശം. പരിപാടിയുമായി ബന്ധപ്പെട്ട് നിരോധിത മേഖലയിൽ ഡ്രോൺ പറത്തിയതിനും റോഡിൽ ഗതാഗത തടസ്സമുണ്ടാക്കിയതിനും ഷാനിനെതിരെ വേറെയും കേസുകളുണ്ട്. അനന്യ ഫിലിംസിന്റെ ബാനറിൽ ആൽവിൻ ആന്റണിയും ഏഞ്ചലീന മേരിയും നിർമ്മിച്ച് അൽഫോൺസ് പുത്രൻ അവതരിപ്പിക്കുന്ന ചിത്രമാണ് കപ്പ്. മാത്യു തോമസ് പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നതും സഞ്ജു വി സാമുവലാണ്. ചിത്രത്തിൽ ഒരു വീഡിയോ സോങ് അണിയറക്കാർ പുറത്തുവിട്ടു. വേഗമേ എന്ന് ആരംഭിക്കുന്ന ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് മനു മഞ്ജിത്താണ്. സംഗീതം പകർന്നിരിക്കുന്നതും ആലപിച്ചിരിക്കുന്നതും ഷാൻ റഹ്മാനാണ്. ബാഡ്മിന്റൺ പശ്ചാത്തലമാക്കുന്ന ചിത്രമായ കപ്പിന്റെ കഥ ഒരുക്കിയിരിക്കുന്നത് സംവിധായകൻ തന്നെയാണ്. ഒരു ഫീൽ ഗുഡ് മൂവിയായ കപ്പിന്റെ തിരക്കഥ അഖിലേഷ് ലതാരാജും ഡെൻസൺ ഡ്യൂമറോമും ചേർന്ന് നിർവഹിച്ചിരിക്കുന്നു. സ്പോർട്സ്മാൻ ആകണമെന്ന ചിന്തയിൽ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയാണിത്. ബാഡ്മിന്റൺ ഗെയിമിൽ പ്രതീക്ഷയോടെ മുന്നേറുന്ന വെള്ളത്തൂവൽ ഗ്രാമത്തിലെ 16-കാരൻ നിതിന്റെ കഥയാണ് കപ്പ്. നിതിൻ എന്ന കഥാപാത്രമായി മാത്യു തോമസ് വേഷമിടുമ്പോൾ ബാബു എന്ന അച്ഛൻ കഥാപാത്രത്തെ
ഗുരു സോമസുന്ദരവും അമ്മയായി തുഷാര പിള്ളയും ചേച്ചിയായി മൃണാളിനി സൂസൻ ജോർജും എത്തുന്നു. കഥയിൽ നിതിന് ഏറ്റവും വേണ്ടപ്പെട്ട ആൾ ആരാണെന്ന് ചോദിച്ചാൽ അത് ബേസിൽ ജോസഫ് അവതരിപ്പിക്കുന്ന റനീഷ് എന്ന കഥാപാത്രമാണ്. മുഴുനീള കഥാപാത്രമായി ബേസിൽ എത്തുമ്പോൾ വളരെ പ്രധാനപ്പെട്ട വ്യത്യസ്തമായ റോളിൽ നമിത പ്രമോദും കൂട്ടുകാരന്റെ വേഷത്തിൽ കാർത്തിക് വിഷ്ണുവും കേന്ദ്ര കഥാപാത്രങ്ങളാകുന്നു. അനിക സുരേന്ദ്രനും പുതുമുഖം റിയ ഷിബുവുമാണ് നായികമാരായി എത്തുന്നത്. അതേസമയം സംഗീത സംവിധായകൻ ഷാൻ റഹ്മാന്റെ ഭാര്യയ്ക്കുമെതിരായ വഞ്ചന കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി സൂചന. ഷാൻ റഹ്മാന്റെ സുഹൃത്തുക്കൾ ഇടപെട്ടാണ് ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി സുഹൃത്തുക്കൾ പരാതിക്കാരനെ സമീപിച്ചതായാണ് വിവരം. കൊച്ചിയിൽ ജനുവരി 25-ന് നടന്ന സംഗീത നിശയുടെ സംഘാടനവുമായി ബന്ധപ്പെട്ട് ഷാൻ റഹ്മാൻ കരാർ പ്രകാരമുള്ള 38 ലക്ഷം രൂപ നൽകാതെ വഞ്ചിച്ചെന്നാണ് പരാതി. കൊല്ലം സ്വദേശിയും ഷോ ഡയറക്ടറുമായ നിജു രാജാണ് പരാതി നൽകിയത്. തുടർന്ന് സംഗീത നിശ ഷാൻ റഹ്മാനും ഭാര്യയ്ക്കും എതിരെ പോലീസിൽ FIR രജിസ്റ്റർ ചെയ്തിരുന്നു. സംഗീത നിശയ്ക്ക് ശേഷം ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന തുക നൽകാമെന്നാണ് ഷാൻ റഹ്മാൻ ആദ്യം പറഞ്ഞതെന്നാണ് പരാതിക്കാരന്റെ ആരോപണം. എന്നാൽ ബുക്കിംഗ് വെബ്സൈറ്റിൽ നിന്ന് 38 ലക്ഷത്തിലധികം രൂപ ലഭിച്ചിട്ടും തനിക്ക് നൽകാനുള്ള പണം നൽകിയില്ലെന്നും പരാതിക്കാരൻ ആരോപിച്ചിരുന്നു. അതിനിടെ കേസിൽ ഷാൻ റഹ്മാൻ നേരത്തെ മുൻകൂർ ജാമ്യം നേടിയിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന വ്യവസ്ഥയോടെയാണ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നത്. എന്നാൽ ഷാൻ റഹ്മാൻ ഇതുവരെയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായിട്ടില്ല. ഇതിനിടെയാണ് സുഹൃത്തുക്കൾ വഴി ഒത്തുതീർപ്പ് ശ്രമങ്ങൾ ആരംഭിച്ചത്. പരാതിക്കാരനും കേസ് ഒത്തുതീർപ്പാക്കാനാണ് താൽപര്യം. മുഴുവൻ തുകയും ലഭിച്ചാൽ കേസ് ഒത്തുതീർപ്പാക്കാമെന്നതാണ് പരാതിക്കാരന്റെ നിലപാട്. ഇതിനെ തുടർന്ന് സംഗീത നിശയുടെ പേരിൽ പണം തട്ടിയെന്ന വഞ്ചന കേസിൽ പ്രതികരിച്ച് സംഗീത സംവിധായകൻ ഷാൻ റഹ്മാൻ രംഗത്തെത്തി. യഥാർത്ഥ പ്രശ്നത്തിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാനും കേസ് അട്ടിമറിക്കാനും ഒത്തുതീർപ്പാക്കാനുമുള്ള തന്ത്രമാണ് പരാതിയെന്നും ഷാൻ റഹ്മാൻ പ്രതികരിച്ചു. നിജു തന്നെ വഞ്ചിച്ചെന്നും നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഷാനും ഭാര്യ സൈറ ഷാനും സംയുക്തമായി പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം പറയുന്നത്. ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനം നടത്തുന്ന സംഗീത പരിപാടിയുടെ ഷോ ഡയറക്ടറും പരാതിക്കാരനുമായ നിജു രാജ എബ്രഹാം ജനങ്ങളെയും മാധ്യമങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാൻ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ്. കേസ് അട്ടിമറിക്കാനും ഒത്തുതീർപ്പിനും മെനഞ്ഞ തന്ത്രമാണ് ഇപ്പോഴത്തെ ആരോപണങ്ങൾ. എല്ലാ ആരോപണങ്ങളും നിഷേധിക്കുന്നുവെന്നും ഷാൻ റഹ്മാൻ പ്രസ്താവനയിൽ പറയുന്നു. ഷാൻ റഹ്മാന്റെ നേതൃത്വത്തിൽ എറ്റേണൽ റേ പ്രൊഡക്ഷൻസ് എന്ന മ്യൂസിക് ബാൻഡ് ജനുവരി 23-ന് കൊച്ചിയിൽ നടത്തിയ ഉയരെ എന്ന പേരിലുള്ള സംഗീത നിശയുമായി ബന്ധപ്പെട്ടാണ് സാമ്പത്തിക തർക്കവും വഞ്ചന കേസും. ഉയരെ സംഗീത നിശയുടെ സംഘാടനം ഏറ്റെടുത്തത് കൊച്ചിയിലെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായ അറോറയായിരുന്നു. പരിപാടിയുടെ പ്രൊഡക്ഷൻ, താമസം, ഭക്ഷണം, യാത്ര, പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ പണം തുടങ്ങി ബൗൺസർമാർക്ക് കൊടുക്കേണ്ട തുക വരെ അറോറ ചെലവിട്ടു. ആകെ 34 ലക്ഷം രൂപ ചെലവായതും 5 പൈസ പോലും തിരികെ ലഭിച്ചില്ലെന്നുമാണ് അറോറ കമ്പനി ഉടമ നിജു രാജ് പരാതിയിൽ പറയുന്നത്. പണം ചോദിച്ച് ഷാനിനെ ബന്ധപ്പെട്ടപ്പോൾ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും കള്ളക്കേസിൽ കുടുക്കുമെന്നും പറഞ്ഞതായി നിജു ആരോപിക്കുന്നു. എറണാകുളം സൗത്ത് പോലീസാണ് കേസെടുത്തത്. പരിപാടിയുമായി ബന്ധപ്പെട്ട നിരോധിത മേഖലയിൽ ഡ്രോൺ പറത്തിയതിനും റോഡിൽ ഗതാഗത തടസ്സമുണ്ടാക്കിയതിനും ഷാനിനെതിരെ വേറെയും കേസുകളുണ്ട്. അതേസമയം മുൻകൂർ ജാമ്യം തേടി ജില്ലാ കോടതിയെ സമീപിച്ച ഷാൻ റഹ്മാനോട് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചു. എന്നാൽ ഇതുവരെ അദ്ദേഹം ഹാജരായില്ല. അതേസമയം സംഗീത നിശയുമായി ബന്ധപ്പെട്ട് 38 ലക്ഷം രൂപ നൽകാതെ വഞ്ചിച്ചെന്ന കേസിൽ സംഗീത സംവിധായകൻ ഷാൻ റഹ്മാനെ പോലീസ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു. 2 ആഴ്ചയ്ക്കകം അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന വ്യവസ്ഥയോടെ ഷാനിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയിട്ടുണ്ട്. ഇന്നോ നാളെയോ ഹാജരായേക്കും. ഒഴിഞ്ഞുമാറുന്ന സമീപനം തുടർന്നാൽ മുൻകൂർ ജാമ്യം റദ്ദാക്കാൻ നടപടിയെടുക്കുമെന്നും എറണാകുളം സൗത്ത് പോലീസ് അറിയിച്ചു. ജനുവരി 25-ന് തേവര SH ഗ്രൗണ്ടിൽ ഷാൻ റഹ്മാന്റെ ട്രൂപ്പായ ഇറ്റേണൽ റേ ഉയരെ എന്ന സംഗീത പരിപാടി നടത്തിയിരുന്നു. പ്രൊഡക്ഷൻ മാനേജരും ഷോ ഡയറക്ടറുമായ നിജു രാജിനെയാണ് സംഘാടന ചുമതല ഏൽപ്പിച്ചത്. പരിപാടി കഴിഞ്ഞ ശേഷം പണം നൽകിയില്ലെന്ന് നിജു രാജിന്റെ പരാതിയിൽ പറയുന്നു. ബുക്ക് മൈ ഷോയിലൂടെ ടിക്കറ്റ് വിറ്റ തുകയിൽ നിന്ന് 38 ലക്ഷം രൂപ പ്രോഗ്രാം നടത്തിപ്പിന് നൽകാമെന്നായിരുന്നു വാക്കാലുള്ള കരാർ. കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങൾ സുഹൃത്തുക്കൾ മുഖേന ഷാൻ നടത്തുന്നതായി വിവരമുണ്ട്. സംഗീത നിശയുമായി ബന്ധപ്പെട്ട് ഗതാഗത തടസ്സമുണ്ടാക്കിയതിനും അനുമതിയില്ലാതെ ഡ്രോൺ പറത്തിയതിനും ഷാൻ റഹ്മാനെതിരെ 2 കേസുകൾ കൂടി സൗത്ത് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും ഷാൻ വ്യക്തമാക്കി. പരാതിക്കാരൻ മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണിത്. സംഗീത നിശയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിജു രാജുമായി തർക്കമുണ്ടായിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട്. തനിക്കും ഭാര്യയ്ക്കുമെതിരെ പ്രചരിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ളതാണെന്നും ഷാനും ഭാര്യ സൈറ ഷാനും പ്രസ്താവനയിൽ പറഞ്ഞു. ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനം നടത്തുന്ന സംഗീത പരിപാടിയുടെ ഷോ ഡയറക്ടർ നിജു രാജ് എബ്രഹാം എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷൻ നൽകിയ പരാതിയിൽ ഷാൻ റഹ്മാനെതിരെ 2 ആഴ്ച മുമ്പ് കേസെടുത്തിരുന്നു.
ജനങ്ങളെയും മാധ്യമങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതായും പ്രസ്താവനയിൽ പറയുന്നു. കേസ് അട്ടിമറിക്കാനും ഒത്തുതീർപ്പിനായി മെനഞ്ഞ തന്ത്രമാണ് ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ. എല്ലാ ആരോപണങ്ങളും നിഷേധിക്കുന്നെന്നും പ്രസ്താവനയിൽ ഷാൻ റഹ്മാൻ പറഞ്ഞു. ജനുവരി 15 കൊച്ചിയിൽ നടന്ന ഉയിരെ ഷാൻ റഹ്മാൻ ലൈവ് ഇൻ കോൺസേർട്ട് പരിപാടിയുടെ സംഘാടകരായ നിജുവിന്റെ സ്ഥാപനത്തിന് വാഗ്ദാനം ചെയ്ത തുക നൽകാതെ വഞ്ചിച്ചു എന്നാണ് കേസ്. 38 ലക്ഷത്തോളം രൂപ സംഗീത നിഷേധ നടത്തിപ്പിനത്തിൽ തരാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എങ്കിലും പിന്നീട് കൈമലർത്തിയെന്ന് നിജു പരാതിയിൽ ആരോപിച്ചിരുന്നു. പ്രചരിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും നിജു രാജ് വ്യാജ പ്രചാരണം നടത്തുകയാണെന്നും ഷാനും ഭാര്യ സൈറ ഷാനും വ്യക്തമാക്കി.